ഏതൊക്കെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ നിന്നാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ബി.ജെ.പിയെക്കാട്ടിലും ആദ്യം സർവേ നടത്തിയത് ആർ.എസ്.എസ് ആയിരുന്നു. ആർ.എസ്.എസ് സർവേ നടത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് ശബരിമല വിഷയം എങ്ങനെ ബി.ജെ.പിക്ക് അനുകൂലമായി വരും, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അത് കൂടുതൽ ബി.ജെ.പിക്ക് തുണയാവുക എന്നുള്ള കാര്യത്തിലായിരുന്നു ആർ.എസ്.എസ് ഒരു സർവേ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നൊക്കെ കേന്ദ്ര നേതൃത്വത്തോട് ശുപാർശ ചെയ്യുകയും ചെയ്തത് നമുക്കറിയാം. അതിന് പിന്നാലെയാണ് എൻ.എസ്.എസ് മറ്റൊരു സർവേയുമായി രംഗത്ത് വന്നത്. അതായത് ആർ.എസ്.എസിൻ്റെ നിലപാടിനോട് വളരെ പരസ്യമായി അനുകൂല നിലപാട് സ്വീകരിച്ച എൻ.എസ്.എസ് പിന്നീട് മറ്റൊരു സർവേ നടത്തി. ആ സർവേ നടത്തിയത് പാർട്ടിയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ എൻ.എസ്.എസിൽ പ്രവർത്തിക്കുന്ന എത്ര പേർക്ക് പാർട്ടിയോട് അനുഭാവമുണ്ട്, അവർ CPM പറഞ്ഞാലാണോ കേൾക്കുക അതോ എൻ.എസ്.എസ് പറഞ്ഞാലാണോ കേൾക്കുക എന്നറിയാനായിരുന്നു എൻ.എസ്.എസിൻ്റെ ആ ഒരു സർവേ. അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി നിർണയത്തിന് മറ്റൊരു അഭിപ്രായ സർവേയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ചില ദേശീയ നിർവാഹക സമിതി അംഗങ്ങളാണ് ഈ സർവേക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിന്നാൽ ജയിക്കുമെന്ന് പ്രാദേശിക തലത്തിലുള്ള ഭാരവാഹികൾ ഈ നേതാക്കളെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ ഇങ്ങനെ ബി.ജെ.പി ഏറ്റവും ഒടുവിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ നിൽക്കണം, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ആയതാണ്. പക്ഷേ ആ കോർ കമ്മിറ്റി രൂപത്തിൽ ഉയർന്നു വന്ന പേരുകൾ മുകൾ തട്ടിലേക്ക് അയക്കണ്ട എന്നാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ അഭിപ്രായ സർവേയിൽ ഉയർന്നു വരുന്ന പേരുകൾ, ആ പേരുകൾ കൂടി കണക്കെടുത്ത് വേണം പട്ടിക മേളിലേക്ക് അയക്കാനാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി.ജെ.പിക്ക് കൂനിന്മേൽ കുരുമായി മറ്റൊരു സംഭവം ഇപ്പോൾ വിനയായിരിക്കുന്നത്. അത് ഒരു കത്താണ്. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബി.ജെ.പി പ്രവർത്തകർ വിൽക്കപ്പെടുന്നു എന്നാണ് ആ കത്തിൽ പറയുന്നത്. ഈ കത്ത് പോയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയാമോ? ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കുമാണ് ഈ കത്ത് പോയിരിക്കുന്നത്. അതായത് മറ്റുള്ള മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയവുമായി ഇങ്ങനെ കൂലങ്കക്ഷമായ ചർച്ചകളായി മുന്നോട്ട് പോകുമ്പോൾ ബി.ജെ.പി നേതാക്കൾ കീശ നിറയ്ക്കാനാണ് ബി.ജെ.പി നേതാക്കൾക്ക് ആർത്തി എന്നുള്ള നിലയ്ക്കാണ് ആ കത്തിലെ വിമർശനം. ചില ആർ.എസ്.എസ് നേതാക്കൾക്കെതിരെയും ആ കത്തിൽ രൂക്ഷമായ വിമർശനമുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം, ഈ കത്തിന് പിന്നിലെ കളി എന്ന് പറയുന്നത് വി മുരളീധരനാണ് ഈ കത്തിന് പിന്നിൽ കളിച്ചിരിക്കുന്നത്. ഈ കത്ത് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കും ഒക്കെ ഈ കത്ത് പോകാനുള്ള കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ വി മുരളീധരൻ ആണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ബി.ജെ.പി സംസ്ഥാന നേതാക്കൾക്കും ഈ ജില്ലാ നേതാക്കൾക്കും ഒക്കെ കത്ത് പോകുന്നത്. അവരുടെ മേൽവിലാസം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ കത്ത് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കത്ത് പോകാൻ കാരണക്കാരനായത് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ബി.ജെ.പിയുടെ IT സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആനന്ദ് എസ് നായർ. ആ ആനന്ദ് എസ് നായർ വി മുരളീധരൻ്റെ അടുപ്പക്കാരനാണ് എന്നാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ആരോപണം ഉയർന്നപ്പോൾ ഈ ആനന്ദ് എസ് നായരെ മാറ്റി പകരം ജില്ലാ കൺവീനറുടെ ചുമതലയുള്ള കൃഷ്ണകുമാറിനാണ് ഇപ്പോൾ ആ ചുമതല ബി.ജെ.പി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ട് അഭിപ്രായ സർവേയും മറ്റ് കൂലങ്കക്ഷമായ നടപടികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മറുഭാഗത്ത് നിങ്ങളുടെ ഒരിക്കലും തീരാത്ത തമ്മലടി ഇങ്ങനെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഭാഗീയത ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയും അടുത്തട്ടിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളുടെ തമ്മലടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തീരാൻ പോകുന്നില്ല.